നമ്മളിങ്ങനെ ഓരോ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുമ്പോഴും പെട്ടെന്നായിരിക്കുമല്ലോ ഓരോ സാധനങ്ങൾ തീർന്നു പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങളിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാമല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലോക്കറ്റ് ചെയിനാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ പഴയ ഡ്രസ്സിൽ നിന്ന് തന്നെ എടുത്ത കുറച്ച് സീക്വൻസും സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് OHP ഷീറ്റിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നീല കളറിലുള്ള നമ്മുടെ സീക്വൻസ് ഒട്ടിച്ചതിന് ശേഷം അതിന് താഴെയായിട്ട് നീല കളർ വരുന്നത് തന്നെ 3 സ്റ്റോൺ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് താഴേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് ഒട്ടിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നേരെ ബാക്ക് ഷീറ്റിലേക്ക് ഒട്ടിക്കാം. ഇനി അതിൽ നിന്നും ഒന്ന് കറക്റ്റ് ലെവലിന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ഹുക്കും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഗിയർ വയറിൽ ജസ്റ്റ് ഗിയർ ലോക്ക് ഇട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പ്രോസസ്സായിട്ട് ഫസ്റ്റ് ഗിയർ ലോക്ക്, പിന്നെ അതിൽ നിന്നൊരു ലോക്കറ്റ്, വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ നമ്മളൊരു 4 എണ്ണം, അധികം ഗ്യാപ്പ് വരാത്ത രീതിക്ക് 4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് മാച്ചായിട്ട് 2 കമ്മലും പിന്നെ ചെറിയൊരു നെറ്റിച്ചുട്ടിയും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്